മലപ്പുറം ഊർങ്ങാട്ടിരി കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ പ്രദേശത്തെ വനമേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ വനംവകുപ്പ് 2 കുങ്കിയാനകളെ എത്തിച്ച് സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളാണ് ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒത്തുതീർപ്പ് ചർച്ചയിലെ നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു ഇത്. മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ജനവാസ മേഖലയിൽ കാട്ടാന ഇത്തരത്തിൽ ഇറങ്ങുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടാക്കിയത്. അതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നത്. ഏതു രീതിയിലാണ് നടപടികൾ ആരംഭിക്കുക? ഇന്നലെ കാട്ടാന കിണറ്റിൽ വീണ് അതിനെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള ഉപാധികൾ നിരവധി ഉണ്ടായിരുന്നു. ആ ഉപാധികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പ്രദേശത്തെ കുങ്കിയാനകളെ എത്തിച്ച് കാട്ടാനകളെ തുരത്തുന്നതിനും കാട്ടാനകളെ കണ്ടെത്തി മറ്റ് നടപടികളിലേക്ക് പോകുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം വനംവകുപ്പ് എന്നുള്ളതായിരുന്നു. അതാണ് വനംവകുപ്പ് ഇപ്പോൾ ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുങ്കിയാനകളെ എത്തിക്കുന്നത്. ഇന്ന് ഒരു 9 മണിയോടുകൂടി തന്നെ കുങ്കിയാനകളെ പ്രദേശത്ത് എത്തിക്കും. അരീക്കോട് കൂരങ്കലിലാണ് ഇന്നലെ കാട്ടാന കിണറ്റിൽ വീണത്. ആ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ആണ് ഇന്നലെ കാട്ടാന കിണറ്റിൽ വീണത് തന്നെ ഏറെ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഇടയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉത്തരവാദിത്തം വനംവകുപ്പിനുമുണ്ട്. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 2 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നും എത്തിച്ച് കാട്ടിലേക്ക് കയറ്റിവിട്ട കാട്ടാന ഉൾപ്പെടെ മറ്റ് കാട്ടാനകളെ ഉണ്ടെങ്കിൽ അവയെ തുരത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പിന്റെ ഒരു വിപുലമായ ഒരു സംഘം തന്നെ കാട്ടാനയെ തുരത്തുന്നതിനും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഇന്ന് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ശാന്തകുമാർ.